ഈ തെങ്കാശി പട്ടണത്തിലെ പാട്ട് അത് ഭയങ്കര പടപട പടപടപടാന്ന് പാടുന്നൊരു സാധനമാണ്. ഇതിന്റെ വരി എങ്ങനെ കണ്ടുപിടിച്ചത്? അത് പിന്നെ നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് സ്ലോയിൽ ഇട്ടിട്ട് ആണ് അത് എഴുതിയെടുത്തിട്ടാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സിത്താറിൽ തരഫിട്ട് ചിട്ട വെച്ച് താളമിട്ട് ചിട്ടാസ്വരം ഒരുക്കി പാടടി സരിഗമ ഹിച്ച് കെട്ട മൃദംഗത്തിൽ 8 കെട്ട ശ്രുതിയിട്ട് പക്കാല കച്ചേരി പാടടി പദനിസ. ഇതാണ് അതില്. അത് വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു സിംഹമല എന്നിട്ട് ഈ സാധനം വരികൾ കേട്ട ഭയങ്കര ശോകമാണ്. പെട്ടു ഒരു സിംഹമലയും കാട്ടി വഴിയേറിയാതെ വന്നു ചേർന്ന് മാൻപിടാവെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വരികൾ. പക്ഷെ പാട്ട് ഭയങ്കര അടിച്ചുപൊളി മൂഡിലുള്ള പാട്ടാണ്. അതുപോലെ തന്നെ അതിലെ കടമിഴിയിൽ കമലതളം, അതും ആ വരികൾ കടമിഴിയിൽ കമലതളം കണ്ണിന്റെ താമരയുടെ ഇതുപോലെ അങ്ങനെ പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ട് എഴുതിയ വരികളാണ്. പക്ഷെ ആ പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിച്ചുപൊളി പാട്ടാണ്. ഈ അടുത്ത് ബിജിപാലിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്താണ് പുള്ളിയുടെ തത്തിന്തക തെയ്തോം, അതായത് അറബിക്കഥയിലെ തത്തിന്തക തെയ്തോം തത്തിന്തക തെയ്തോം ചങ്കില് കേൾക്കണ മണ്ണിന്റെ താളം, ഇത് സത്യത്തിൽ ബിജിപാല് തന്നെ എഴുതിയതാണ്. ശരി, എനിക്ക് അടുത്ത കണ്ടന്റായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ കാര്യം പറഞ്ഞു, ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് അതിൽ വരുന്ന പല സാധനങ്ങളും ഞാൻ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അടിക്കാറുണ്ട്. നമസ്കാരം, നന്ദി. അതല്ല, ആ പാട്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് പുള്ളി പറയുന്നത് ഇത് എഴുതിയിട്ട് പോയതിന് ശേഷമാണ് ഈ സാധനം വേണമെന്ന് ഒരു നിശ്ചയം വരുന്നത്. ആ സമയത്ത് ഒരു ഡമ്മി ഇട്ടതാണ്. അപ്പോൾ ഡമ്മി ഇട്ടിട്ട് ലാൽ ജോസിനോട് പറയുന്ന സമയത്ത് ലാൽ ജോസ് പറഞ്ഞു, അല്ല ഇത് ഡമ്മിയാക്കണ്ട, ഇതങ്ങനെ ഒറിജിനൽ ആക്കിക്കോ എന്നാണ് വന്നതെന്ന് പറഞ്ഞു. ഇതേപോലെ മ്യൂസിക് ഡയറക്ടേഴ്സ് എഴുത്തുകാരാവുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ദിവ. ഈ ഡമ്മി എഴുതുന്ന കാര്യം പറയുമ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഈ കാബൂളി വാല നാടോടി, ആ സാധനം ശരിക്കും ബിച്ചു തിരുമല ആ ട്യൂണ് കേട്ടിട്ട് വെറുതെ ഡമ്മി എഴുതിയാണ്. കാബൂളി വാല നാടോടി കാടാറു മാസം സഞ്ചാരി. പക്ഷെ പിന്നീട് പുള്ളി തന്നെ വിചാരിച്ചിട്ട് അത് മാറ്റി എഴുതാനോ അതിനേക്കാളും നല്ലൊരു ലിറിക്ക് എഴുതാനോ പറ്റുന്നില്ല. അപ്പോൾ എന്തിനാ മാറ്റുന്നത്, ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് സിദ്ദിഖ് ലാൽമാർ ഫിക്സ് ചെയ്തതാണെന്ന് സിദ്ദിഖ് പറഞ്ഞ് കേട്ടതാണിത്. അപ്പൊ അതുപോലെ ഈ എന്തുവാണ് ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും തമ്മിൽ ഒരു ബോണ്ടുണ്ട്. പക്ഷെ ഗാനരചയിതാവ് സംഗീതം ചെയ്യുകയും മറ്റൊരു ഗാനരചയിതാവ് എഴുതുകയും ചെയ്യുക എന്ന് പറഞ്ഞൊരു റയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളതാണ് ഗിരീഷ് പുത്തഞ്ചേരി കൈതപ്പുറം കോംബോ. ഈ കമലിന്റെ അതെ 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 കമലിന്റെ പടത്തിൽ കൈക്കുടന്ന നിലാവ്, അതിലെ മലയണ്ണാർ കണ്ണൻ ഇനിയും പരിഭവം എഴുതി, അതൊക്കെ ആ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി കൈതപ്പുറം സംഗീതം നൽകിയതാണ്. അപ്പൊ അതിനെപ്പറ്റി കമൽ സാർ പറയുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഈഗോയുടെ അറ്റത്തുള്ളവരാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പം ഇങ്ങനൊരു കോംബോ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ പുള്ളിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ആദ്യം കൈതപ്പുറത്തിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെയാണ് പടമുണ്ട്. അപ്പൊ പുള്ളി സ്വാഭാവികമായിട്ടും പാട്ട് എഴുതാനാണെന്ന് വിചാരിച്ചു. അപ്പോൾ പാട്ട് എഴുതാനല്ല സംഗീതം ചെയ്യാനാണെന്ന് പറഞ്ഞു. ഓക്കെ, സംഗീതം ചെയ്യാം. അപ്പം പറഞ്ഞു വരികൾ നിങ്ങളല്ല എഴുതുന്നത്. അപ്പൊ ഞാനല്ല എഴുതുന്നത്, പിന്നെ ആരാ എഴുതുന്നത്? അത് ഗിരീഷാണ് വരികൾ എഴുതുന്നത്, തിരുമേനി സംഗീതം ചെയ്യണം, അതിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. എനിക്കെന്താ പ്രശ്നം, പുള്ളിക്കാരനൊക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് എന്ന് പുള്ളി പറഞ്ഞു.